കുറച്ച് ദിവസമായിട്ട് പെയ്യുന്ന മഴയല്ലേ, അപ്പോൾ നമ്മുടെ ഗാർഡൻ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തിയിലൊന്നും അല്ല കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നമ്മൾ ഓരോ പ്ലാന്റുകളൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്ത് അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ സാൻസവേരിയ പ്ലാന്റ് കേട്ടോ, അഥവാ സ്നേക്ക് പ്ലാന്റ്. അപ്പോൾ ഞാനിത് നമ്മൾ കണ്ടത് ഇങ്ങനെ തിങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്കിത് വെള്ളമൊന്നും ഒഴിഞ്ഞൊന്നും പോവാതെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് കുറച്ചിങ്ങനെ പൂത്തൊട്ടികളിങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊക്കെ ഒന്ന് മാറ്റി നട്ടു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയേട്ടാ, നമ്മളിത് ചെടിച്ചട്ടിയിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനെ ഓരോ ചെടിയായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വേര് എന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് അകത്തേക്കൊന്നും പോകാത്തതുകൊണ്ട് നമുക്ക് അത്ര അങ്ങോട്ട് റൂട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോവേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നല്ല കുതിർന്നൊക്കെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് തന്നെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഈ ചെടിച്ചട്ടിയിൽ ഒരു പ്ലാന്റൊക്കെ ആട്ടോ നട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് ഒരുപാട് എണ്ണം ഇങ്ങനെ ബേബി പ്ലാന്റ് വന്ന് നമുക്കത് തിങ്ങി നിൽക്കുക കേട്ടോ. ഇങ്ങനെയാണ് സമയത്ത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മഴയും കൂടെ ആയതുകൊണ്ട് വെള്ളം ഒട്ടും ഇങ്ങനെ മറന്നൊന്നും പോവാതെ ഇങ്ങനെ കെട്ടി നിൽക്കുക കേട്ടോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക സ്നേക്ക് പ്ലാന്റ് എടുത്ത് നട്ടു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ മൊത്തത്തിലെടുത്തിട്ട് ഇങ്ങനെ ഓരോ പ്ലാന്റായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ആവുന്ന സമയത്ത് അത് ഉണ്ടോ റൂട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു റൂട്ടുകളാട്ടോ. നമുക്കത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് നന്നായി വരികയൊക്കെ ചെയ്യലുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ പൂത്തൊട്ടി തന്നെയാണ്. ഇത് നമുക്ക് ഒരുപാട് ഇങ്ങനെ ബേബി പ്ലാന്റ് ഒക്കെ വരുന്നത് കൊണ്ട് കുറച്ച് വലിയ തൊട്ടിക്കകത്ത് വയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതിലേക്ക് ഞാനിങ്ങനെ കുറച്ചിങ്ങനെ ഹോൾസ് അടഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കല്ലിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പൊട്ടിംഗ് മിക്സ് എടുത്തിരിക്കുന്നത് മണ്ണും ചാണകപ്പൊടി മാത്രമേ ഉള്ളൂ. നമുക്കിതിൽ വേണച്ചാൽ കൊക്കോപീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഈ ചെടിക്ക് അധികം ഇങ്ങനെ വെള്ളമൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട്. പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊക്കോപീറ്റ് ഇടുന്നത് കൊണ്ട് നമുക്ക് കുറേ പെട്ടെന്ന് ഇങ്ങനെ ബേബി പ്ലാന്റ് ഇങ്ങനെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ചെയ്തതിലൊക്കെ ഇങ്ങനെ കൊക്കോപീറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾക്കിത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു 3/4 ഭാഗമാണ് കേട്ടോ നിറയ്ക്കുന്നത്. ഇതിപ്പോൾ ഞാനൊരു 2 പ്ലാന്റാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ ഒരു പ്ലാന്റ് നട്ടാലും ഒരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ബേബി പ്ലാന്റ് ഒരുപാട് ഇങ്ങനെ വരുന്നതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ കൂടുതൽ പ്ലാന്റ് ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ 2 നട്ട് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്കിത് അകത്ത് വെച്ച് വളർത്താൻ ഏറ്റവും നല്ലൊരു പ്ലാന്റ് കേട്ടോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇതിന് ഒരുപാട് വെള്ളം കൊടുത്ത് സ്നേഹിക്കരുത് കേട്ടോ. അങ്ങനെ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് ചിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഒരു 10 ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 15 ദിവസം കൂടുമ്പോൾ മാത്രമേ നമുക്കത് നനച്ചു കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു 3 വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആട്ടോ ഉള്ളത്. ഇതൊരു ഗ്രീനും വൈറ്റും കൂടെ ഇങ്ങനെ ഒട്ടും ഇങ്ങനെ ഹൈറ്റൊന്നും വെക്കാത്ത ആ ഒരു വെറൈറ്റിയാണ്. ഇതും ചെടിച്ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിൽക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണത്. അതുപോലെ തന്നെ ഇങ്ങനെ ഹൈറ്റ് ആയിട്ടുള്ള വരുന്നത് ഗ്രീനും വൈറ്റും കൂടി ഇട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 3 കാണുന്നത് നമുക്കിങ്ങനെ കോമൺ ആയിട്ട് കാണാൻ പറ്റുന്നതാണല്ലേ. ഈ ഒരു പ്ലാന്റിന് അധികം സൺലൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നല്ല ഷെയ്ഡിൽ വെച്ചാൽ നന്നായി വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ.